0.90%, മാവേലിക്കര 58.33%, ആലപ്പുഴ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ ഇടങ്ങളിലൊന്നാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ 63.35% പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി. 5 മണി വരെയുള്ള കണക്കാണ് ഇതെന്ന് അറിയണം. ഇനി 1 മണിക്കൂർ കൂടി വോട്ട് ഉണ്ട്. അപ്പോൾ തന്നെ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ നിലയിൽ വോട്ട് ശതമാനം ഉയരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എറണാകുളത്ത് 59.08%, ചാലക്കുടിയിലും 62.32% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. തൃശൂർ, പാലക്കാട് 60-ന് മുകളിലെത്തിയിരിക്കുന്നു. ആലത്തൂരിലും 60-ന് മുകളിൽ. ഏതാണ്ട് മിക്കയിടങ്ങളിലും 60% മുകളിലേക്ക് 5 മണിയാകുമ്പോൾ അവസാന കണക്ക് പുറത്തു വരുമ്പോൾ വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സംസ്ഥാനത്താകെ 58.58% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം മറ്റ് പ്രതിനിധികൾ കൂടി ചേരുകയാണ്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, കോട്ടയത്ത് 58.48% പേരാണ് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ എവിടെയാണ്? ഉച്ചയ്ക്ക് ഒക്കെ കുറേ സമയം ആളുകൾ കുറവായിരുന്നു പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഇനി എത്തുന്ന ഒരു സമയമാണ്. അവസാന 1 മണിക്കൂറിലേക്കാണ് കടന്നിരിക്കുന്നത്. എന്താണ് കോട്ടയത്ത് കാണുന്നത്? രേണുക, തീർച്ചയായും അവസാന മണിക്കൂറിലെ കാഴ്ച വലിയ കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. 60% മാത്രമാണ് 5 മണിക്ക് കണക്ക് എങ്കിൽ 75 കടക്കുമോ എന്ന സംശയമായിരുന്നു അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഇത് വൈക്കം നിയോജക മണ്ഡലത്തിലെ ഇടയാഴത്ത് 159 നമ്പർ ബൂത്തിലാണുള്ളത്. ഇവിടുത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. അതായത് വലിയ ക്യൂ ആണ് ഉള്ളത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ വലിയ ക്യൂ ആണ് ഉള്ളത്. അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ, ഈ ബെഞ്ചൊക്കെ ഇട്ട് കൊടുത്തുള്ള സൗകര്യങ്ങളും മറ്റും ഉണ്ട്. പക്ഷേ വലിയ ക്യൂ, അത് രാവിലെ മുതൽ ഇതേപോലെ വലിയ തിരക്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും വലിയ ക്യൂ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇന്ന് കോട്ടയത്ത് കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഇടയാഴത്തെ ഈ ബൂത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. അല്പസമയം മുമ്പ് നമ്മൾ വെച്ചൂരിൽ പോയിരുന്നതാണ്, ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയിരുന്നതാണ്. അവിടെയും 2 ബൂത്തുകളിൽ വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഇത് ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ അങ്ങേ അറ്റം വരെ വലിയ നീണ്ട ക്യൂ ആണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ചേച്ചി, എത്ര നേരമായി വന്നിട്ട്? എത്ര നേരമായി? 1.5 മണിക്കൂറായി വന്നിട്ട്. ഇത് മൂവ് ചെയ്യുന്നില്ലേ? സ്ലോ ആണ്? എന്താ? വോട്ട് ചെയ്യുന്നവർക്ക് ഇത് ശബ്ദം വരുന്നില്ല. അവരവിടെ നിന്നോണ്ട് ശബ്ദം വന്നു കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങണമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയുന്നു. കാരണം നമുക്ക് അറിയില്ല. സ്കൂളിലാണ് വെച്ചിരിക്കുന്നത്. അതായത് ഈ ബീപ് ശബ്ദം കുറച്ച് വൈകിയേ വരുന്നുള്ളൂ. അങ്ങനെയാണ്. രാവിലത്തെ പണിയെല്ലാം ചൂടെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതായിരിക്കും അല്ലേ? വന്നിട്ട് പോയതാണ്. തിരിച്ച് ഇപ്പൊ വൈകുന്നേരം വന്നാ. രാവിലെ എന്താ പറ്റി? രാവിലെ ഇതിലും ക്യൂ ആയിരുന്നു. ചേച്ചി, എന്താണ് ചൂടായതുകൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്? മോന്റെ കുഞ്ഞുവാവനെ നോക്കിയിരിക്കും. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോ വന്നത് 3:30 വന്നതാണ്. ചേച്ചി, എന്താ അവസ്ഥ? ചൂടിന്റെ പ്രശ്നങ്ങളാണ്. ഏറെ ഉണ്ട്, ഇഷ്ടം പോലെ. ചൂടിന്റെ പ്രശ്നം മുഖ്യമായിട്ട് ചൂടാണ് വിഷയം ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ ശ്രമിച്ചിരുന്നോ അതോ ഇപ്പൊ തന്നെയാണ് വരുന്നത്? നേരത്തെ തൊട്ട് ശ്രമിക്കണതാ, പക്ഷെ ഇവിടെ വെക്കും. ചേച്ചിയൊക്കെ രാവിലെ വന്ന് വന്ന് നോക്കി പോയി. വന്നിട്ട് പോയ സ്ഥല ക്യൂ കൂടുതലായതുകൊണ്ട് ജനം കൂടുതലുണ്ട്. വീട് അടുത്ത് തന്നെയാണ്. വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് പോയി തിരിച്ചു വരുന്നു. ദൂരെ പോണം. എന്താ അവസ്ഥ ചേച്ചി? കൊറേ ചൂട് കാരണം എല്ലാരും താമസിച്ചു വരുന്നത്. ആദ്യം ആള് കൂടുതലായിരുന്നു. എന്തായാലും പക്ഷെ വോട്ട് ചെയ്യാതെ മാറി നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഉറപ്പുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എത്ര കഷ്ടപ്പെട്ടാലും വോട്ട് ചെയ്യും. അതുകൊണ്ടല്ലേ വേഗണത് ഇങ്ങനെ നിന്ന്. അതിന് യാതൊരു സംശയവും ഇല്ല. വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. വോട്ട് ചെയ്യാതെ പോവുകയല്ല. വോട്ടെന്ന് പറഞ്ഞാൽ അത്രയും വലിയ അവകാശമാണ്. വലുതാണ്. തീർച്ചയായും ശ്രീജിത്ത്, തങ്ങളുടെ ആവേശഭരിതരായ 2ഉം 3ഉം തവണ വന്നവർ ഇതിനോടകം ശ്രീജിത്തിനോട് സംസാരിച്ചു കഴിഞ്ഞു. ശ്രീജിത്ത്, ഇത് ഈ ബൂത്തിൽ മാത്രം ഒരു പ്രശ്നമാണോ? മന്ദഗതിയിൽ നടക്കുന്നു വോട്ടിംഗ് എന്നത്, വോട്ടിംഗ് മെഷീനിൽ ബീപ്പ് സൗണ്ട് കേൾക്കാൻ വൈകുന്നു എന്നത് ഇവിടുത്തെ മാത്രം ഒരു വിഷയമാണോ?
രേണുക, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. രാവിലെ പുതുപ്പള്ളിയിൽ നിന്ന് കേട്ട പരാതിയും അതുതന്നെയായിരുന്നു. അതായത് 8, 10, 12 സെക്കൻഡ് കഴിഞ്ഞാണ് ഈ ബീപ് ശബ്ദം കേൾക്കുന്നത് എന്ന പരാതിയായിരുന്നു അവർ ഉയർത്തിയിരുന്നത്. സമാനമായ പരാതി പിന്നെ കേൾക്കുന്നൊരു സ്ഥലം ഇവിടെയാണ്. നേരത്തെ കുടവച്ചൂർ ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലും നമ്മൾ പോയിരുന്നതാണ്. അവിടെയും സമാനമായ രീതിയിൽ, അതായത് ഈ ഒരു അത് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. അവർക്കറിയില്ല ഇതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച ഒരു കൃത്യമായ ധാരണ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാവില്ല. പക്ഷേ അവരുടെ ഒരു അറിവ് വെച്ചാണ് അവർ പറയുന്നത്. എന്തായാലും പലതവണ വന്നു പോയവരാണ് ഇക്കൂട്ടത്തിലുള്ള പലരും എന്ന് തന്നെയാണ് അവർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ 2 ബൂത്തുകൾ, ഈ 2 ബൂത്തിലും സമാനമായ കാഴ്ചകൾ തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന് പറയേണ്ടി വരും. എന്തായാലും പക്ഷേ ഇവരാരും വോട്ടിങ്ങിൽ നിന്ന് പിന്നോട്ടില്ല എന്നുകൂടി അവർ പറയുകയാണ്. കുറച്ച് ഏട്ടന്മാരും ഇവിടെ നിൽപ്പുണ്ട്. എത്ര നേരം ഇപ്പോൾ വന്നേ ഉള്ളോ? രാവിലെ മുതൽ നോക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടിക്കാരാണ്. ഞങ്ങൾ രാവിലെ മുതൽ പല സ്ഥലത്തും കൊണ്ട് വോട്ട് ചെയ്യിച്ചു. ഇതുപോലത്തെ തിരക്ക് ഒരു സ്ഥലത്തും ഇല്ല. അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ വരുന്നത്. 5 പ്രാവശ്യം, 5ാമത്തെ പ്രാവശ്യമാണ് വന്ന് തീരുന്നത്. ഇതുവരെ ഇനി എപ്പോഴാണ് പോകണത്? 9 മണിയാകുമ്പോഴെങ്കിലും തീരുമെന്നുള്ളതാണ് ഇനി ഇപ്പോഴും സംശയം. ഇതെന്താ നേരത്തെയൊക്കെ വന്നപ്പോഴും ഇതേ ക്യൂ ആയിരുന്നു? എന്താണ് ഇവിടെ മാത്രം ഈ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ക്യൂ ഉണ്ടാവുന്നത്. എന്താ അവർ ആരെങ്കിലും കാരണം പറയുന്നുണ്ടോ? അവർ പറയുന്നത് ഇവിടെ വോട്ടർമാർ കൂടുതലാണെന്നുകൊണ്ടാണെന്നാണ് പറയുന്നത്. 1400 വോട്ടർമാരുള്ളത് അതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. ചേട്ടാ ഇപ്പോൾ വന്നേ ഉള്ളൂ അല്ലേ? ഉച്ചയ്ക്കൊന്നും വന്നായിരുന്നു, സർക്കാരിന് തിരിച്ചു പോയി. ഇവിടെ വന്നവരെല്ലാം നേരത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അന്നേരം നടക്കാതെ പോയവരാണെന്നാ പലരും പറയുന്നത്. ചേട്ടാ എന്തായാലും നേരത്തെ ശ്രമിച്ചിരുന്നോ? വന്ന് ക്യൂ ഒക്കെ ഉണ്ടോ നോക്കിയിരുന്നോ? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. രേണുക, അങ്ങനെ പല അനുഭവങ്ങളുള്ളവരാണ്. പലതവണ വന്നു പോയവരുണ്ട്. രാവിലെ ഇതിപ്പോ നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് 5 തവണ വന്നു പോയി എന്നാണ്. അങ്ങനെ അതായത് ഈ പ്രദേശത്ത് ഉള്ള പലരുടെയും അനുഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളും പുരുഷന്മാരും. ചേട്ടാ എപ്പോഴാണ് വന്നേ? രാവിലെ ഒരു പ്രാവശ്യം വന്ന് തിരിച്ചു പോയി, ഞാനും ഭാര്യയും കൂടി. അത് കഴിഞ്ഞ് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. ഇത് തീർത്തും വിവേചനമായിട്ടുള്ള ഒരു പരിപാടി കാണിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചെന്നാൽ 3ഉം 4ഉം വാർഡിന് വേണ്ടിയിട്ട് ഒറ്റ ബൂത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അത്രയും തിരക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം എൻ്റെ ഭാര്യ തിരിച്ചു പോയി, വീട്ടിലാരും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ആരോടും വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചോ? അതോ ഇനിയും വരുമോ? ഇനി വരാൻ പറ്റുമെങ്കിൽ വരുമില്ല, എല്ലാം വോട്ട് ചെയ്യല. അത്രയേ ഉള്ളൂ. ഇത് തീർത്തും വിവേചനമായിട്ട് ഉള്ള ഒരു പരിപാടിയാണ്. പക്ഷെ പരമാവധി ഒരു ബൂത്തിൽ 1600 പേര് വരെ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കണക്ക് ഉള്ളത്. പിന്നെ ഈ ആളില്ലല്ലോ ഇതിന്റെ സംവിധാനങ്ങൾ നേരത്തെ ഈ ആൾക്കാർ വിഭജിച്ചിട്ട് 2-3 സ്ഥലത്തായിട്ട് ഇത് കൊടുത്തോണ്ടിരുന്നത് വോട്ട് ചെയ്ത്. ഇപ്പം എല്ലാം കൂടി കേന്ദ്രീകരിച്ച് പോയി. അപ്പം അതിന്റെ തിരക്ക് വന്നു, അത്രയേ ഉള്ളൂ. സ്ലിപ്പ് തന്നതിൻ്റെ ബാക്കിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അതും